ഇവരുടെ സ്വപ്ന വീടിന്റെ താക്കോല് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? ഭയങ്കര എന്താ തീരാത്ത ഒരു കടപ്പാട് ഇതിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി ഉണ്ട്. ഭയങ്കര സന്തോഷം. എനിക്ക് ഇത് അപേക്ഷ വെക്കാൻ പറഞ്ഞ ആളോടും നന്ദി രേഖപ്പെടുത്താണ്ട്. പിന്നെ മാഡം വന്ന് കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെ കേട്ട് ഇവിടെ വന്ന് കണ്ടെല്ലാം ഓക്കെ പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. അത് കിട്ടി വളരെ സന്തോഷമുണ്ട് എനിക്ക് മാഡത്തോട്. കടപ്പാടാണ്. ഈ ഒരു അവസരത്തിൽ ഇവരുടെ ഒരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അവസരം പറയാനുള്ളത്? ഇതിന്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു അനുഭവിച്ച സ്ട്രഗിള് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സത്യത്തിൽ നമ്മളുടെ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഒരു കിടപ്പാടം ഇല്ലാതെ ഒരു പാർപ്പിടത്തിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് ലൈഫ് പദ്ധതി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമായി കാണുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഒരുപാട് പേര് ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇവർക്ക് അല്പം സ്ഥലം അവരുടെ ബ്രദർ ഒരു 1.25 സെന്റ് വീതം കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അതിന് മുകളിലേക്ക് ഒരു പാർപ്പിടം പണിയാനായിട്ടുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായത്. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് 1 ഇഞ്ച് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ സഹായിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും സാധ്യമാകുന്നില്ല. എന്നാൽ ആരെങ്കിലും സുമനസ്സുകൾ ഇതുപോലെ സഹായിച്ചാൽ അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഒരു തരത്തിലുള്ള നമ്മളുടെ ലാഭേച്ഛ കൂടാതെയാണ് ഇവരുടെ ഒരു സ്വപ്നം പൂവണിയാനായിട്ട് ഇതിന് പുറകിൽ നിന്നിരിക്കുന്നത്. ഞാനിവിടെ പലപ്പോഴും ഈ വീടിൻ്റെ പണി കാണാൻ വരുമ്പോഴൊക്കെ ഈ അയൽവക്കക്കാരൊക്കെ ഇതിൻ്റെ സന്തോഷത്തിന് ഞാൻ വരുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും നാരങ്ങ വെള്ളം തന്നും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് തന്നും അതുപോലെ ചായ തന്നും ഒക്കെ സമയാസമയങ്ങളിൽ ഭക്ഷണം കൂടി തന്നിട്ട് എന്നെ നോക്കിയിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതായത് ഇവിടെ 2 കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ അയൽവക്കക്കാർ കൂടി ഈ ഒരു പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും അതുപോലെയുള്ള ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ പ്രത്യേകിച്ച് മൻസൂരും പൂക്കുഞ്ഞും ഒക്കെ അലീക്കയൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് പറഞ്ഞാലും മതിയാവില്ല. അത്രയധികം ഇവരിതിനു വേണ്ടി ഈ സംരംഭത്തിന് വേണ്ടി കൂടെ നിന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. എല്ലാവരെയും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും കോൺട്രാക്ടറെയും എല്ലാവരെയും തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടതായി എനിക്ക് ഓർക്കാനുള്ളത് ഇത് സ്പോൺസർ ചെയ്ത സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ബിജു ജേക്കബ് സാറിനെയാണ്. അദ്ദേഹം ഒരു വീടെന്ന് പറഞ്ഞ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടത് ഞാൻ 2ആക്കിയപ്പോൾ അത് സഹോദരിമാർക്കാണ്, ഒരാൾക്ക് വിഷമമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് അതുപോലെ കേട്ടു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. എല്ലാം ജഗദീശ്വരൻ്റെ അതുപോലെ പി.ടി. തോമസ് എന്ന വലിയ മനുഷ്യൻ്റെ ഒരു ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച ഒരുപാട് പേരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടിൽ നടത്തുന്ന പാതയിൽ, വീട്ടിൽ ചിന്തിച്ച പാതയിൽ വീട്ടിയുടെ ഒരു അരികു ചേർന്ന് തന്നെ അതേ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരാഗ്രഹ പൂർത്തീകരണമാണിതെന്ന് മാത്രം സന്തോഷത്തോടെ ഓർക്കുകയാണ്.